സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആര്? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ പി സി റോയ് ആണ്. ആചാര്യ പി സി റോയ് ആണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആയത്? അമരാവതി സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആയത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ പണ്ഡിത രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേര് മുക്തി മിഷൻ എന്നാണ്. മുക്തി മിഷൻ. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി രമാബായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് രമാബായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണ് ആര്യ മഹിളാ സമാജും ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ എന്നിവ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ സമ്പാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ എന്നിവയാണ്. സമ്പാദ് കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. ഇപ്പൊ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ സമ്പാദ് കൗമുദിയും മിറാദ് ഉൽ അക്ബറുമാണ്. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷ, മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. 1453. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം 1741. ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമാണ്. അപ്പൊ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡച്ചുകാരാണ്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? ഹോർത്തൂസ് മലബാറിക്കസിൽ 742 സസ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 742 ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത്? ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ഏതാണ്? ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആണ് ആനന്ദമഠം. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത്. ഗാന്ധി സെ പെഹലെ ഗാന്ധി.
ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? 1857 ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, അതുപോലെ ജനറൽ ഭക്ത് ഖാൻ എന്നിവരാണ്. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായത് കൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആയത് കൊണ്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമി എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ എത്ര സമയം വേണം? ഭൂമിക്ക് 15 ഡിഗ്രി തിരിയുവാനായിട്ട് വേണ്ട സമയം എത്രയാണ്? 1 മണിക്കൂറാണ് വേണ്ടത്. 1 മണിക്കൂർ. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജന്തർ മന്ദിർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂരിലാണത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2010 2010. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി എത്ര മീറ്ററിന് മുകളിലാണ്? 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങളാണ് എന്ത്? പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ എത്ര മീറ്ററിനാണ്? 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നു പർവ്വതങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വത നിരകൾ ഏതാണ്? ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വത നിരകളാണ് ഹിമാലയം. ഏത് പർവ്വതനിരയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രി അല്ലെങ്കിൽ മധ്യ ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രി അല്ലെങ്കിൽ മധ്യ ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗം അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്നു. ഈ ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരിലാണ്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്ന ഫലകാതിർ ഏതാണ്? സംയോജക സീമയാണ്. സംയോജക സീമ. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഭാരാലച്ചാല ചുരം. ഭാരാലച്ചാല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്. കുളു താഴ്വരയെ ലാഹോൾ, സ്പിറ്റി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? മ്യാൻമാറുമായിട്ട് ദിഫു ആണ്. ദിഫു. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകൾ അറിയപ്പെടുന്നത്? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. പുംഡി എന്ന് അറിയപ്പെടുന്നു. കേംബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേംബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. മഗ്നാകാട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഗ്നാകാട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം എന്നാണ്. വലിയ പ്രമാണം. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത് ഏത് അനുച്ഛേദത്തിലാണ്? 21A 21A.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത്? അനുച്ഛേദം 24 അനുച്ഛേദം 24. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം 226 അനുച്ഛേദം 226. അപ്പം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ് എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അടുത്ത ചോദ്യം, ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവാണ് സെർഷ്യോററി. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ടെസ്റ്റാണ്? അയഡിൻ ടെസ്റ്റാണ്. അയഡിൻ ടെസ്റ്റ്. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്നു കോഷിയോക്കർ, മരാസ്മസ് എന്നിവ. ഇപ്പൊ കോഷിയോക്കർ എന്ന രോഗത്തിന് കാരണമാകുന്നത് പ്രോട്ടീനിന്റെ കുറവാണ്. അതുപോലെ മരാസ്മസ് എന്ന രോഗത്തിനും കാരണമാകുന്നു പ്രോട്ടീനിന്റെ കുറവ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ്. കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നത് കലോറിയാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. 20%. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നതോ? ചീത്ത കൊളസ്ട്രോൾ LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത്? സഞ്ചാര സ്വാതന്ത്ര്യം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം 1931 1931. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം? തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ? സാന്താൾ കലാപം സിദ്ധു കാനു എന്നിവരാണ്. സിദ്ധു കാനു ഏത് കലാപത്തിനാണ് നേതൃത്വം നൽകിയത്? സാന്താൾ കലാപത്തിനാണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞ? കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞ E.K. ജാനകി അമ്മാളാണ്. E.K. ജാനകി അമ്മാൾ.
പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948 1948. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. എന്താണ്? എപ്പിഗ്രാഫി. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്നത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. രാജാറാം മോഹൻ റോയ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകൾ? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്നത് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വീരേശലിംഗം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിലെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗത കുമാരി. ഉത്തർപ്രദേശിൽ ചൗരി ചൗര സംഭവം അരങ്ങേറിയ വർഷമേത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം അരങ്ങേറിയത് ഏത് വർഷമാണ്? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശില് ചൗരി ചൗര സംഭവം അരങ്ങേറിയത്. 1922 ഫെബ്രുവരി 5. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏതാണ്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് തമിഴ്. ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ലോക പൈതൃകമായ റാണി കി വാവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്? അസാധാരണ സംയുക്തം ജലം. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രമാണ് സന്തിഷ്ടവാദി. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965 1965. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? വി.ടി. ഭട്ടതിരിപ്പാട്. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം? ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുവാൻ കാരണം അപവർത്തനം. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത്. 21 നിന്നും 18. 61 ഭേദഗതിയാണ്. 61 ഭേദഗതി. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഡോപ്സൺ. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരം. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെട്രോളജി. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏതാണ്? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. പാലുണ്ണിക്ക് കാരണമായ വൈറസ് ഏത്? പാലുണ്ണിക്ക് കാരണമായ വൈറസ് മൊളുസ്കം കണ്ടേജിയോസം. സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ചുവന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്.
അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത്? ഇന്ത്യയെ കണ്ടെത്തൽ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്താണ് ജവഹർലാൽ നെഹ്റു ഈ കൃതി രചിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി, ദക്ഷിണ ഭഗീരഥി പമ്പ നദിയാണ്, പമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്, പെരിയാർ. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കബനി, കപില എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? കബനി നദിയാണ്, കപില, കബനി. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാറാണ്, പെരിയാർ. 2011 നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തട്ടേക്കാട്, എറണാകുളം ജില്ലയിലാണ്, എറണാകുളം. നബാർഡിന്റെ ആസ്ഥാനം നബാർഡ് മുംബൈയാണ്, മുംബൈ. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി. BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? BCG വാക്സിൻ നൽകുന്നത് കുഞ്ഞിന് നൽകുന്നത് ജനിച്ച ഉടൻ തന്നെയാണ്, ജനിച്ച ഉടൻ. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആര്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധി. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏതാണ്? വിനാഗിരിയിൽ ലയിക്കുന്നു പവിഴം. വൈദ്യുത പ്രക്ഷോഭം നടന്നത് ഏത് സ്ഥലത്താണ്? വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിലാണ്, തൃശ്ശൂർ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത് 101ാമത്തെ ഭേദഗതി പ്രകാരമാണ്, 101ാം ഭേദഗതി. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ്, അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അവസാനത്തെ ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? വിവരാവകാശ നിയമം 2005 ആണ്, 2005. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.